എഴുതിക്കോളൂ. സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ. ഈ സ്റ്റോക്ക് നൊട്ടേഷൻ എന്താണെന്നറിയോ? ശരിക്കും നമ്മുടെ ഇപ്പോൾ ഒരു സോൾട്ട് തന്നു കഴിഞ്ഞാൽ ആ സോൾട്ടിന്റെ കാറ്റിയോണിനെ ആ സോൾട്ടിന്റെ ഫോർമുല എഴുതുന്ന സമയത്ത് അതിന്റെ ഇടയിൽ റോമൻ ന്യൂമറൽ ഫോമിൽ കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണത്തില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. ഓറസ് ക്ലോറൈഡ്. എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. ഓറസ് ക്ലോറൈഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AlCl ആണ്. ഓക്കെ, അത് തരുമായിരിക്കും. ഓക്കെ, ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഇത് Al അല്ല, Au ആണ്. ഗോൾഡ് ഓറസ് ആണ്. AuCl ആണ്. ഓക്കെ, അപ്പം ഈ AuCl സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ Au എന്ന് പറയുന്ന ആണല്ലോ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ. ആ Auന്റെ ചാർജ് അതിന്റെ സെന്ററിൽ റോമൻ ലെറ്ററിൽ കൊടുക്കണം. ഇപ്പൊ ഇവിടെ Auന്റെ ചാർജ് എന്താ? ഈ AuClനകത്ത് ഓക്കെ, അതായത് സ്റ്റോക്ക് നൊട്ടേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു സോൾട്ടിന്റെ ആ സോൾട്ടിനകത്തുള്ള കാറ്റിയോണിന്റെ ചാർജ് അതിനിടയിൽ റോമൻ ലെറ്ററിൽ കൊടുക്കുന്നത് ഫോമിനെയാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓറസ് ക്ലോറൈഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഫോർമുല AuCl എന്നാണ് എഴുതുന്നത്. പക്ഷെ അതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ എന്താണെന്നറിയാമോ? ഇവിടെ ക്ലോറിന്റെ നമുക്കറിയാം ഹാലജൻ ആയതുകൊണ്ട് അതിന്റെ ഇത് എന്തായിരിക്കും? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1 ആയിരിക്കും, ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ഈ കോമ്പൗണ്ടിന്റെ മൊത്തം ഓക്സിഡേഷൻ കൂട്ടിയാൽ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടുന്നത്? ഒരു കോമ്പൗണ്ടിന്റെ മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പൊ ഇത് -1. അപ്പൊ ഇവിടെ എന്ത് വന്നാലാ മൊത്തം 0 ആവുന്നത്? +1 വരണം അല്ലേ? +1 വരുമ്പോ ഇതിന്റെ +1 പ്ലസ് എന്താണ് -1 ഈക്വൽ എത്രയാ? 0 ആണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവന്റെ ചാർജ് എന്താ? ഇപ്പോ Auന്റെ ചാർജ് എന്താ ഇവിടെ? 1 ഇല്ലേ? അപ്പൊ അതിനെ അതിന്റെ റോമൻ ന്യൂമറിൽ കൊടുക്കുക. Au 1 ഇട്ടിട്ട് ഇങ്ങനെ, ഇതാണ് റോമൻ ന്യൂമറൽ. 1 ഇട്ടിട്ട് 1 2 3 4 5 6 7 8 ഇതാണ് റോമൻ ന്യൂമറൽ എന്ന് പറഞ്ഞത് അല്ലേ? ഇതിൽ എഴുതണം. ഓക്കെ. അപ്പം ഇനി അടുത്തത്, ഇപ്പൊ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ നോക്കിയോ. രണ്ടാമത്തേത് ഓറിക് ക്ലോറൈഡ്. പാർവണയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ചോണേ. ഓറിക് ക്ലോറൈഡ്. എന്താണ് ഓറിക് ക്ലോറൈഡ്? ഓറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഓറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AlCl3 എന്നാണ് അതിന്റെ ഫോർമുല. ഓക്കെ, ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതണം. ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും വീണ്ടും Al എന്ന് എഴുതുന്നത് Au ആണ് കേട്ടോ. സോറി, ഞാൻ ഈ Al എന്ന് എഴുതുന്നത് AuCl3 ആണ്. ഓക്കെ, അപ്പം ഈ AU എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ AU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗോൾഡ് ആണ്. ഗോൾഡ് ആണല്ലോ ഇവിടെ കാറ്റിയോൺ. കാറ്റിയോണിന്റെ ചാർജിനെ ആ രണ്ട് ഫോർമുലയുടെയും ഇടയ്ക്ക് എന്താക്കി എഴുതുന്നതിനെയാണ് റോമൻ ന്യൂമറൽ ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ആണോടെ? ആണ്. അങ്ങനെയാണ്. നോക്കിയോ, ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ AU എന്ന് എഴുതാലോ. ഈ AUന്റെ ചാർജ് എന്തായിരിക്കും നോക്കിയേ? ഇവിടെ ക്ലോറിന്റെ എത്രയാ? -1. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വരും? 3 എണ്ണം. അപ്പൊ ഇവിടെ ക്ലോറിന്റെ മൊത്തം എത്രയായിരിക്കും? -3. അപ്പം ഇവിടെ എത്ര വരണം? മൊത്തം 0 ആണ്. കാരണം അറിയാം, ഓരോ ആൾക്കാരുടെ ഓക്സിഡേഷൻ, ഇപ്പൊ ഇത് X കൊടുത്തു കഴിഞ്ഞാൽ X + 3 × -1 = 0 എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ X = എത്രയാ? X = ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും +3 വരും. അപ്പം AUന്റെ എത്ര വരും? AUന്റെ +3 ആണ്. ശരിയല്ലേ? AUന്റെ +3 ആണ്. അപ്പം ആ AUന്റെ ചാർജ് എടുത്തിട്ട് 3 എന്ന് പറയുന്ന ചാർജിനെ റോമൻ ന്യൂമറൽ ഫോമിൽ ഇതിനെ നടുക്കോട്ട് എഴുതിയിട്ട് Cl എന്ന് എഴുതാം. അപ്പൊ 3 എന്ന് എഴുതത്തില്ല. ഇവിടെ 3 എന്ന് എഴുതത്തില്ല. മനസ്സിലായോ? അതിന് വരെ ഇവിടെ എഴുതും. മനസ്സിലായോ? ഒരെണ്ണം കൂടെ കാണിക്കാം. നോക്കിയോ, ഒരെണ്ണം കൂടെ കാണിക്കാം. MnO2ന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാം. അപ്പം എന്താ? ഇവിടെ കാറ്റിയോൺ ഏതാ? മാംഗനീസ് ആണ്. അതിന്റെ ചാർജ് ഏതാണോ അതിനെ എടുത്ത് എന്ത് കൊടുക്കണം? അതിന്റെ നടുക്കോട്ട് എഴുതണം, അല്ലയോ? അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഒരു ഓക്സിജന്റെ ചാർജ് എത്ര? അപ്പൊ നമുക്ക് X പ്ലസ് എന്താണ് 2 × -2 മൊത്തം എത്ര വരണം? 0. അപ്പൊ X - 4 = 0. അപ്പൊ X = എത്രയാ? +4 ആണല്ലോ. അപ്പൊ മാംഗനീസിന്റെ ചാർജ് എത്രയാ? +4. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതും? Mn
ആ റോമൻ ലെറ്ററിൽ 4 ബ്രാക്കറ്റിൽ എന്താ ഇതെന്താ വെളിയിൽ എന്താ ഇവിടെ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ? O2 കൂടെ എഴുതും കേട്ടോ. ഇവിടെ AlCl3 ഇവിടെ എഴുതണേ, ഇവിടെ എഴുതണേ കേട്ടോ. ഇത് അതും കൂടെ എഴുതും കേട്ടോ. എഴുതിക്കോ, എത്ര എഴുതിയെടുത്തോ. അതായത് ഒന്നുകൂടെ പറയാം. നമുക്ക് ഓറസ് ക്ലോറൈഡിന്റെ ചിലപ്പോൾ ഫോർമുല തരും, ചിലപ്പോൾ ഫോർമുല തരത്തില്ല. ഓറസ് ക്ലോറൈഡ് എന്നേ തരത്തുള്ളൂ. അതിന്റെ ഫോർമുല നിങ്ങൾ എഴുതിയേക്കണം, മനസ്സിലായി, ബൈഹാർട്ട് ചെയ്യണം ചിലതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ AL അല്ല AuCl ആണ് ഫോർമുല തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഫോർമുല തന്നിരിക്കുക. ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിന്റെ AUന്റെ ചാർജ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇത് -1 ആയതുകൊണ്ട് ഇത് x പ്ലസ് എന്താണ് -1 = 0 എന്നും x = എത്രയാ +1 ഉം. അപ്പം AUന്റെ ചാർജ് എത്രയാ +1. അപ്പൊ അവിടെ AU എന്ന് എഴുതിയിട്ട് റോമൻ ന്യൂമറലിൽ 1 എന്ന് എഴുതിയിട്ട് Cl എന്ന് എഴുതുക. ഓക്കെ. അടുത്ത രണ്ടാമത്തേത് ഓറിക് ക്ലോറൈഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഓറിക് ക്ലോറൈഡിന് ചിലപ്പം ഫോർമുല തരത്തില്ല. ഫോർമുല തന്നാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓറിക് ക്ലോറൈഡിന്റെ ഫോർമുല നിങ്ങൾ ചില കേസിൽ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ തന്നിട്ടുണ്ട് AuCl3 എന്ന് തന്നിട്ടുണ്ട്. AuCl3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ AUന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. എത്രയാ? x + 3 × -1 = എത്ര? 0. അവിടുന്ന് x = എത്രയാ? +3. അതിനെ എടുത്ത് എന്ത് ചെയ്യാം? AUന്റെ നടുക്ക് ആ 3നെ റോമൻ ലെറ്ററിൽ കൊടുത്തിട്ട് Cl3 എന്ന് എഴുതുക. അടുത്തത് മൂന്നാമത്തെ നമ്മൾ എന്താണ് എഴുതിയത്? മൂന്നാമത്തെ നമ്മൾ MnO2 ആണ് എഴുതിയത് അല്ലേ? അപ്പൊ MnO2ന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ രീതിയിൽ എഴുതാൻ വേണ്ടി Mന്റെ അറിയത്തില്ല, x + 2 × -2 = 0 എന്നും x - 4 = 0 എന്നും അവിടുന്ന് x = +4 എന്നും വരുന്നു. അങ്ങനെയാണെങ്കിൽ Mn എന്താണ് 4 എന്ന് എഴുതിയിട്ട് എന്തെന്ന് എഴുതുക? O2 എന്ന് എഴുതുക. ഇതാണ് അതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. ഏഞ്ചലെ തന്നെ ഇത്ര എഴുതിയെടുത്തോ? ഇത്രയും പഠിപ്പിച്ചു ഇത്ര നേരം കൊണ്ട്. സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുക. ഓറസ് ക്ലോറൈഡിന്റെ എന്താണ് ഗോൾഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു, റോമൻ ലെറ്ററിൽ അതിന്റെ ഇടയിൽ കൊടുത്തു. ഓറിക് കണ്ടുപിടിച്ചു. ഇത് അപ്പൊ ഇപ്പൊ കയറിയവർ ആരാന്ന് വെച്ചാൽ അത് ഒരു അര പേജ് വിടുക. അര പേജ് വിട്ടിട്ട് ഇത് എഴുതിക്കേ. അടുത്ത നിക്കൽ സൾഫേറ്റ്. നിക്കൽ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഫോർമുല NiSO4 എന്നാണ് വരുന്നത്. ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സൾഫേറ്റിന്റെ എന്താ? സൾഫേറ്റിന്റെ -2 ആണെന്നറിയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x പ്ലസ് സൾഫേറ്റ് ഒന്നേ ഉള്ളൂ, -2 = എത്രയാ? 0. അവിടുന്ന് x = എത്രയാ? +2. അപ്പൊ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി? +2. ഇനി എന്ത് എഴുതുക? Ni എന്താണ് ഇങ്ങനെ എന്താണ് 2 ഇട്ടിട്ട് എന്താണ് SO4 എന്ന് എഴുതിയാൽ മതി.
അടുത്തത് തിരിച്ചു തന്നാൽ എങ്ങനെയായിരിക്കും? തിരിച്ച്, അതായത് ഇപ്പൊ ഇങ്ങനെ തരുക. അതായത് നോക്കിക്കോളൂ, ടിൻ ഫോർ ഓക്സൈഡ് ഇങ്ങനെ തരുക. എന്നിട്ട് ഇതിന്റെ നോർമൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? തിരിച്ച് അല്ല, 4 ഓക്സിജൻ അല്ല കൊടുക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ? നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ അറിയാം, ടൈറ്റാനിയത്തിന്റെ എന്തായാലും ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4+ ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ ഓക്സൈഡ് ആകുമ്പോൾ O2 ആ വരുന്നത് അല്ലേ? O2 ആണെങ്കിൽ നമുക്കറിയാം ഒരു ഓക്സിജൻ ആണ് എന്ത്, -2. അപ്പൊ ഇവിടെ 4+ ആയെങ്കിൽ ഇവിടെ എന്ത് വരണം? 4- വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ടൈറ്റാനിയം 4+ ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം എന്താ? സ്റ്റോക്ക് നൊട്ടേഷനിൽ റോമൻ ന്യൂമറിൽ എത്ര വന്നിരിക്കുന്നത്? 4 ആ. അപ്പൊ ടൈറ്റാനിയത്തിന്റെ മണ്ടയ്ക്ക് ചാർജ് വരുന്നത് എത്ര? 4+. അടുത്തത് ഓക്സിജനാ. ഓക്സിജന്റെ ഇത് എത്രയാ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 2- ആ. അപ്പം ഇവിടെ 4+ ഇവിടെ 2- വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 0 ആവുമോ? ഇല്ല. ഇവിടെ എന്ത് വരണം? 4- വരണം. അപ്പൊ ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം കാണണം? 2 കണ്ടോ? അപ്പൊ ഇത് 4 ആയി. അപ്പൊ ഇതിന്റെ ഫോർമുല തന്നെ ഇങ്ങനെയായിരിക്കും, TiO2 എന്നായിരിക്കും. കണ്ടോ ഇതിന്റെ ഫോർമുല? ഡൗട്ട് ഉണ്ടോ ചോദിക്കണം? അടുത്ത ഹെഡിങ് എഴുതാം, റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് റിയാക്ഷൻ. The reaction in which oxidation and reduction taking place at the same time. Reaction in which oxidation and reduction taking place at the same time. Redox reaction രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്ന് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ഇല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോണിനെ ഓക്സിഡേഷൻ എന്നാ പറയാ, അല്ലയോ? നമ്മൾ കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ പഠിച്ച. അതേപോലെ തന്നെ അഡീഷൻ ഓഫ് ഓക്സിജനെയും നമ്മൾ എന്താ പറയാ? ഓക്സിജൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജനെ നമ്മൾ എന്താ പറയാ? അല്ലേ? ആണോ? ആണ്. ഇനി എക്സ്ട്രാ രണ്ട് കാര്യങ്ങളോട് പഠിക്കുകയാണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെയും നമ്മൾ ഓക്സിഡേഷൻ എന്നാ പറയാം. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെയും നമ്മൾ ഓക്സിഡേഷൻ എന്നാ പറയാം. അത് രണ്ടും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. ഇനി ഒരു പുതിയതും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ ഓക്സിഡേഷൻ എന്നാ പറയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെയും നമ്മൾ എന്താ പറയാ? ഓക്സിഡേഷൻ എന്നാ പറയാ. ഓക്കെ ആണ്. അപ്പം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ലോസ് ചെയ്യുവാണെങ്കിൽ ആ ലോസ് ചെയ്ത ആളുടെ ഓക്സിഡേഷന് വിധേയമായി എന്ന് പറയാം. ആ ഓക്സിജനെ ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയാം. ഹൈഡ്രജനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാം. ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്യുവാണെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയാം. ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. ഇനി ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഒരിടത്തു നിന്ന് അപ്പുറത്ത് പോകുമ്പോൾ ഇൻക്രീസ് ആയാലും നമുക്ക് എന്തെന്ന് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സൈഡിൽ എഴുതാൻ സ്ഥലം വിട്ടില്ലെങ്കിൽ താഴെ എഴുതിയാൽ മതി. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗെയിൻ ഓഫ്
അടുത്തത് ഇത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ മറ്റേത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. ഇത് അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണെങ്കിൽ ഇത് അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആയിരിക്കും. അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. അതേപോലെ ഇത് റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണെങ്കിൽ ഇത് റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരിക്കും. റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അതേപോലെ തന്നെ ഇത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ഇത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. ഇതിൽ ഈ ലോസ് ഓഫ് ഇലക്ട്രോണും ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ഗെയിൻ ഓഫ് ഇലക്ട്രോണും ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും ആണ് നമുക്ക് അടുത്ത സെഷനകത്തൊക്കെ ഓക്സിഡേഷൻ റിഡക്ഷനെ വെച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോക്ക് നൊട്ടേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പൗണ്ടിനകത്തെ കാറ്റയോണിന്റെ ചാർജിനെ ആ കോമ്പൗണ്ടിന്റെ ഫോർമുലയുടെ ഇടയിൽ റോമൻ ന്യൂമറലിൽ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫോർമുല തന്നിട്ട് സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനും സ്റ്റോക്ക് നൊട്ടേഷൻ തന്നിട്ട് ഫോർമുല എഴുതാനും എന്ത് ചെയ്യും? ചോദിക്കും. രണ്ട് രീതിയിലും പഠിക്കണം. രണ്ട് രീതിയിലുമുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച റെഡോക്സ് റിയാക്ഷൻ ആണ്. റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ഒരേ സമയം നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും സെപ്പറേറ്റ്ലി ഓക്സിഡേഷൻ എന്താ റിഡക്ഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു റെഡോക്സ് റിയാക്ഷന്റെ എക്സാമ്പിൾ കൊടുക്കാം. നോക്കിയോ, എക്സാമ്പിൾ Zn plus CuSO4. Zn plus CuSO4 gives CuSO4 plus Zn. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്ക് എങ്ങനെ തെളിയിക്കാം? ഇത് റെഡോക്സ് റിയാക്ഷൻ ആണ്, അതുകൊണ്ടാണുള്ള എക്സാമ്പിളിനകത്ത് വരുന്നത്. റെഡോക്സ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അറിയോ? ഇവന്മാരുടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ ZnSO4 plus Cu. ZnSO4 plus Cu. അനകെ ഒരു 2 പേജ് വിട്ടിട്ട് എഴുതിക്കോ. ഞാൻ 2 പേജിനുള്ള പഠിപ്പിച്ചു. Zn plus CuSO4 gives എന്താ? ZnSO4 plus എന്താ? Cu ആണല്ലോ. ഇത് റെഡോക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഒരു സാധനം റെഡോക്സ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം അറിയാമോ? ആദ്യം അതിനകത്ത് തന്നിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ മുകളിലോട്ട് എഴുതാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എലമെന്റൽ ഫോമിലുള്ള എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എലമെന്റൽ ഫോമിലുള്ള എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സിങ്ക് ഒരു എലമെന്റൽ ഫോമിലായിരിക്കുന്നത്, അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. കോപ്പർ സൾഫേറ്റിന്റെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, സൾഫേറ്റിന്റേത് -2 ആണ്. ആണോ? സിങ്കിന്റേതും +2 ആണ്, സൾഫേറ്റിന്റെ എന്താണ്? -2 ആണ്. കോപ്പർ ഒറ്റയ്ക്ക് കിടക്കുന്ന എലമെന്റൽ ഫോമിലാണ് 0. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയേ, +2ൽ നിന്ന് ഇവിടെ വന്നപ്പോ എന്തായി? +2ൽ നിന്ന് 0 ആവെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പറിന് എന്ത് സംഭവിച്ചു? കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിന് ഞാൻ ON എന്ന് ഇടുകയാണ്. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ റിഡക്ഷൻ നടക്കും എന്ന് നമുക്ക് എഴുതിയിടാം.
ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഇനിയും സിങ്ക് നോക്കിയേ. സിങ്കിന് നോക്കിയോ, ഇവിടെ ഒന്ന് സിങ്ക് ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2 ഓക്സിഡേഷൻ. അവിടെ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്? 0യിൽ നിന്ന് +2 ആയെങ്കിൽ അവിടെ എന്താ? അവിടെ ഇൻക്രീസ് ഇൻ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ എന്താ പറഞ്ഞത്? ഓക്സിഡേഷൻ എന്നാണ് പറഞ്ഞത്. ശരിയല്ലോ? അപ്പൊ ഇവിടെ രണ്ട് റിയാക്ഷനും സൈഡ് ബൈ സൈഡ് നടന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതെന്താ? റെഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ആരൊക്കെയാണ് ഓക്സിഡേഷന് വിധേയമായത്, ആരൊക്കെയാണ് റിഡക്ഷന് വിധേയമായത് എന്ന് നമുക്കൊന്ന് എടുത്ത് എഴുതാം. നോക്കൂ, ഇവിടെ ആരാ ആർക്കാ എന്താണ് റിഡക്ഷൻ നടന്ന ആർക്കാ? അതായത് CuSO4നകത്തെ Cuനാണ് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ നടന്നത്. അപ്പൊ ഇങ്ങനെ എഴുതണം, Cu in CuSO4 for undergoes റിഡക്ഷൻ. ഇനി Zn എന്ത് സംഭവിച്ചു? Zn ഓക്സിഡേഷൻ കൂടിയുണ്ട്. Zn undergoes ഓക്സിഡേഷൻ. അതിന്റെ താഴോട്ട് ഇത് ഡോട്ട് എഴുതുക. അതിന്റെ താഴോട്ട് Zn undergo ഓക്സിഡേഷൻ. Zn undergo ഓക്സിഡേഷൻ. ഓക്കെ ആണല്ലോ? ഇനി ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? അന്ന് പഠിപ്പിച്ച പണ്ടത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവൻ റെഡ്യൂസിങ് ഏജന്റ്, ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അവൻ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്ന ആർക്കാ? CuSO4, അതായത് Cu in CuSO4. അപ്പൊ ഇവിടെ Cu in CuSO4 is an oxidizing agent. അതേപോലെ തന്നെ Zn is എന്താ? Zn ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു. അപ്പം Zn is a reducing agent. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആദ്യം ഓക്സിഡേഷൻ ആർക്കാൻ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക, റിഡക്ഷൻ ആർക്കാൻ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന ആള് നല്ല റെഡ്യൂസിങ് ഏജന്റും, റിഡക്ഷൻ നടക്കുന്ന ആള് നല്ല ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണോ? എല്ലാവരും ഹെഡിങ് എഴുതുക. അടുത്തത് ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ എഴുതുക. ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. അതിൽ ഒന്നാമത്തേത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഞാൻ 6 എണ്ണം എഴുതുകയാണ്. കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടാമത്തേത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. മൂന്നാമത്തേത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നാലാമത്തേത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ പഠിച്ചു വെക്കുക. അടുത്ത വർഷങ്ങളിലൊക്കെ ഒത്തിരി ഭാഗത്തുണ്ട്. അപ്പൊ അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനെ പറയത്തുള്ളൂ. ദിസ് റിയാക്ഷൻ ഈസ് എ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷനെ പറയത്തുള്ളൂ. അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആയെന്നുള്ളത് ഈ വർഷം പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ 4 റിയാക്ഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തേത്. പിന്നെ നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ. എന്താ അറിയോ? മറ്റേ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് ലൈഫ് മെത്തേഡും. അത്രയുമേ ഉള്ളൂ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഏതാണ്ട് ആവശ്യമില്ലാത്ത കുറെ സാധനം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പോളിറ്റിക്സ് അല്ലേ, ഗാൽവാനിക്സ് അല്ലേ? ഓക്കെ, അതും വേണം. ഓക്കെ ഇന്ന് തീരും. ഒരു ക്ലാസ് കൂടെ. ഒന്നാമത്തേത് കോമ്പിനേഷൻ റിയാക്ഷൻ എഴുതുക. കോമ്പിനേഷൻ റിയാക്ഷൻ.
A combination reaction reaction may be denoted as A plus B gives C. ഇല്ലേ? ഇതല്ലേ കോമ്പിനേഷൻ? അതായത് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? എല്ലാ കറികളും അല്ല എല്ലാ പച്ചക്കറികളും അതേപോലെ തന്നെ സാമ്പാർ പൊടി, കടുക്, എണ്ണ, വെള്ളം, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ആക്കും. അപ്പം കുറേ പ്രൊഡക്റ്റുകൾ അല്ല കുറേ റിയാക്റ്റന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താ? അത് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ പറയും. പക്ഷെ നമ്മൾ ഇവിടെ എന്തിന്റെ ടൈപ്പാണ് പഠിക്കുന്നത്? റെഡോക്സ് റിയാക്ഷന്റെ ടൈപ്പാണ്. നമ്മൾ അവിടെ കഴിഞ്ഞ വർഷം എന്താ പഠിച്ചത്? ജനറൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് പഠിച്ചത്. അത് റെഡോക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഉദാഹരണം പറയാം. കോമ്പിനേഷൻ റിയാക്ഷൻ റെഡോക്സ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഏത് റിയാക്ഷനെ പറ്റിയാ? റെഡോക്സ് റിയാക്ഷനിലെ കോമ്പിനേഷൻ റിയാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. റെഡോക്സ് റിയാക്ഷനിലെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. റെഡോക്സ് റിയാക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. റെഡോക്സ് റിയാക്ഷനിലെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റേ റിയാക്ഷൻ വ്യത്യാസമൊന്നുമില്ല, മറ്റേത് റെഡോക്സ് ആകത്തില്ല. അത് പറഞ്ഞുതരാം. അപ്പം റെഡോക്സ് റിയാക്ഷനിലെ കോമ്പിനേഷൻ റിയാക്ഷൻ ആവണമെങ്കിൽ നോർമൽ കോമ്പിനേഷൻ റിയാക്ഷനിൽ എന്തോ ഒരു വ്യത്യാസം അവർക്ക് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണല്ലോ സ്പെസിഫിക്കലി റെഡോക്സ് റിയാക്ഷനിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആണല്ലോ. അതിന്റെ കാരണം എന്താ അറിയോ? ഈ കമ്പൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ഒന്നെങ്കിൽ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ എലമെന്റൽ ഫോമിൽ ആയിരിക്കണം മസ്റ്റായിട്ട്. എന്നാൽ മാത്രമേ ഇത് റെഡോക്സ് റിയാക്ഷനിലെ കോമ്പിനേഷൻ റിയാക്ഷൻ ആകത്തുള്ളൂ. എന്താണ് പറഞ്ഞത്? കമ്പൈൻ ചെയ്യുന്ന ഈ രണ്ടാൾക്കാരിൽ ഒന്നെങ്കിൽ ഇയാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ എലമെന്റൽ ഫോമിലായിരിക്കണം, കോമ്പൗണ്ട് ഫോമിലായിരിക്കരുത്. ഒരാൾ കോമ്പൗണ്ട് ആയ കുഴപ്പമില്ല, ഒരാൾ കോമ്പൗണ്ട് ഫോമിലായിരിക്കില്ല. അല്ലെങ്കിൽ രണ്ടുപേരും എലമെന്റൽ ഫോമിലായിരുന്നാൽ മാത്രമേ നമ്മൾ അവനെ എന്ത് പറയത്തുള്ളൂ? റെഡോക്സ് റിയാക്ഷനിലെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയും, കുഴപ്പമില്ല. രണ്ടും സ്പെസിഫിക്കലി ഡിഫറൻസ് ഞാൻ പഠിപ്പിച്ചു തരാം, നോക്കിക്കോളൂ. For this combination reaction, for this combination reaction to be a redox reaction, the any of the combining element, combining species നോട്, any of the combining species or both of them must be in elemental form. എലമെന്റൽ ഫോമിലായിരിക്കണം. ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും എലമെന്റൽ ഫോമിലായിരുന്നാൽ മാത്രമേ ആ കോമ്പിനേഷൻ റിയാക്ഷനെ നമ്മൾ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ നോക്കൂ. C പ്ലസ് എക്സാമ്പിൾ, അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരുന്നുകൊണ്ട് റെഡോക്സ് റിയാക്ഷൻ ആയിരിക്കുന്ന ആളിനെ C പ്ലസ് O2 ഗീവ്സ് എന്താ? CO2. നോക്കിയേ, ഇവിടെ C ഒറ്റയ്ക്കല്ലേ, എലമെന്റൽ ഫോമിലല്ലേ? ആണോ? O ഒറ്റയ്ക്കല്ലേ, എലമെന്റൽ ഫോമിലല്ലേ? ഗീവ്സ് എന്താ? CO2. അപ്പൊ രണ്ടുപേരും എലമെന്റൽ ഫോമിലാണ്, രണ്ടാൾക്കാർ കമ്പൈൻ ചെയ്ത് എന്തായി ഒറ്റ ആളായി. അപ്പൊ ഇതെന്താ? കോമ്പിനേഷൻ റിയാക്ഷനാണ്, റെഡോക്സ് റിയാക്ഷനാണ്. പക്ഷെ റെഡോക്സ് റിയാക്ഷൻ ആണ് പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യാന്ന് നോക്കിയേ, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? എലമെന്റൽ ഫോമിലായതുകൊണ്ട് 0. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? എലമെന്റൽ ഫോമിലായതുകൊണ്ട് 0. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചായിരുന്നു +4. ഓക്സിജനകത്തെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചായിരുന്നു -2. നോക്കിയേ, ഇവിടെ കാർബൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, ഇല്ലേ? അപ്പൊ അവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. ഓക്സിജൻ ഇവിടെ വന്നപ്പോൾ എന്ത് നടന്നു? 0യിൽ നിന്ന് എന്തായി മാറി? -2 ആയിട്ട് മാറി. അവിടെ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു, അവിടെ റിഡക്ഷൻ നടന്നു. കണ്ടോ? അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതൊരു കോമ്പിനേഷൻ, രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയി. രണ്ടും എലമെന്റൽ ഫോമിലായിരുന്നു. മാത്രമല്ല ഒരെണ്ണത്തിനകത്തെ ഈ റിയാക്ഷനകത്തെ ഒരു എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയും മറ്റേ എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇതെന്ത് ചെയ്തത്? ഈ റിയാക്ഷൻ നടന്നത്. അപ്പൊ ഇതൊരു റെഡോക്സ് റിയാക്ഷനകത്തെ കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് എക്സാമ്പിൾ. എന്നാൽ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചതാ, റൈറ്റ് എ റിയാക്ഷൻ വിച്ച് ഈസ്
write a reaction which is an example of combination reaction but not a redox reaction. കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരിക്കണം, പക്ഷെ റെഡോക്സ് റിയാക്ഷൻ ആയിരിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ കൊടുക്കാം. അത് തന്നെ ഈ എക്സാമ്പിൾ അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കും. റൈറ്റ് എ റിയാക്ഷൻ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് combination reaction അല്ല അല്ല ഈ ക്വസ്റ്റ്യൻ വെട്ടിക്കാം. നമുക്ക് അടുത്ത ഡീകമ്പോസിഷൻ അത് പറഞ്ഞുതരാം. ഇതങ്ങ് വെട്ടിക്കോ. അടുത്ത ഡീകമ്പോസിഷൻ എഴുതിക്കുക. അതിനകത്ത് പറഞ്ഞുതരാം. അതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻ രണ്ടെന്ന് എഴുതിയിട്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഒരു പ്രോഡക്റ്റ് രണ്ടായിട്ട് മാറുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുക, അതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇങ്ങനെ എഴുതിയാൽ പോരെ. സി ഗീവ്സ് എന്താ? എ പ്ലസ് ബി. ഇവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒരു റെഡോക്സ് റിയാക്ഷനിലെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആകണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണമോ എലമെന്റൽ ഫോമിലായിരിക്കണം. മനസ്സിലായോ? മറ്റേ തന്നെ തിരിച്ച് ഹിയർ എ ഓർ ബി A and B should be in elemental form. ശരിയല്ലേ? ഒന്നെങ്കിൽ എയോ ബിയോ അല്ലെങ്കിൽ രണ്ടും എ ആൻഡ് ബി, എന്നാൽ അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആവുകയുള്ളൂ. ഒരു എക്സാമ്പിൾ എഴുതാം, നോക്കിക്കോളൂ. NaH സ്പ്ലിറ്റ് ചെയ്തിട്ട് NAയും H2 ആയിട്ട് മാറുക. ഓക്കെ, ഇവിടെ 2 ഇവിടെ 2 ബാലൻസ് ചെയ്താൽ നോക്കിയേ, ഇത് ഒരു റെഡോക്സ് റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും ആണോ നോക്കാം. ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, അത് കൺഫേം ചെയ്ത് എന്താ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായി മാറുക. അതൊരു റെഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. നമ്മൾ പറഞ്ഞായിരുന്നു മെറ്റൽ ഹൈഡ്രൈഡിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരുന്നത്? -1 ആയിരിക്കും വരുന്നത്. ഇല്ല, നമ്മൾ പഠിപ്പിച്ച Na എലമെന്റൽ ഫോമിലാണ് 0, H2 എലമെന്റൽ ഫോമിലാണ്, വേറെ ആരും ഒറ്റയ്ക്കാണ് 0. അങ്ങനെയാണ് നോക്കി, ഇവിടെ Na+1 ഇവിടെ വന്നപ്പോൾ എന്തായി? 0 ആയി. ഇവിടെ അപ്പൊ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അപ്പൊ എന്താ? റിഡക്ഷൻ ആണ്. ഈ H- ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ വന്നപ്പോൾ എന്തായി? 0 ആയി. അപ്പൊ മൈനസിനേക്കാളും വലുതാണ് 0. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ? ഓക്സിഡേഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാമേ. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഗിവ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കുക. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് decomposition reaction but it is not a redox reaction. എക്സാമ്പിൾ ഏതാണെന്നറിയോ? CaCO3 gives CaO plus CO2. കഴിഞ്ഞ വർഷം പഠിച്ച ഒരു റിയാക്ഷൻ. ഇത് കാൽസ്യം കാർബണേറ്റ് അഥവാ മാർബിൾ അഥവാ ലൈം സ്റ്റോൺ എന്ന് പറയും. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ എന്ന് പറയാം. മാർബിൾ അല്ലെങ്കിൽ ലൈം സ്റ്റോൺ എന്നും പറയാം, എന്ത് വേണേ പറയാം. ഇത് കാൽസ്യം ഓക്സൈഡ്, അവനെ നമ്മൾ ക്വിക്ക് ലൈം എന്നൊക്കെ പറയും. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ച ക്വിക്ക് ലൈം. ഇത് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലയോ? ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, പക്ഷെ ഇത് റെഡോക്സ് റിയാക്ഷൻ അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റെഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ
അത് ഡീകമ്പോസിഷനും കൂടെ ആണ് എന്താ അതിന്റെ പ്രൊഡക്റ്റ് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ എലമെന്റൽ ഫോമിലായിരിക്കണം. ഇവിടെ നോക്കിയേ, ഇത് എലമെന്റൽ ഫോം ആണോ? കോമ്പൗണ്ടാ. ഇത് എലമെന്റൽ ഫോം ആണോ? അതും കോമ്പൗണ്ടാ. അപ്പൊ രണ്ടും എലമെന്റൽ ഫോമിലല്ല, കോമ്പൗണ്ട് ഫോമിലാണ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, റെഡോക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് പ്രൂവ് ചെയ്യണം. നോക്കിയേ, കാൽസ്യത്തിന്റെ +2, കാർബണേറ്റിന്റെ -2. ഇവിടെ വരുമ്പോ കാൽസ്യത്തിന്റെ +2, ഓക്സിജന്റെ എന്താ -2. ഇവിടെ കാർബണിന്റെ +4. ഇവിടെ കാർബണിന്റെ +4 എന്ന് കൂടി ഇട്ടേക്കണേ, കാർബണിന്റെ +4. ഇവിടെ വരുമ്പോഴും കാർബണിന്റെ +4, ഓക്സിജന്റെ -2. നോക്കിയേ, ഈ കാൽസ്യത്തിന്റെ ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പം ഓക്സിഡേഷൻ നമ്പർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെയിം. കാർബണിന്റെ +4 ഇവിടെ വന്നപ്പോൾ അതിന് വല്ല വ്യത്യാസം ഉണ്ടോ? സെയിം. ഓക്സിജൻ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും അതിന് വല്ല വ്യത്യാസം ഉണ്ടോ? സെയിം. അപ്പൊ ഇവിടെ ഇൻക്രീസും ചെയ്യുന്നില്ല, ഡിക്രീസും ചെയ്യുന്നില്ല ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ അവിടെ റെഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് എന്താ, therefore എന്താണ്, there is no change in the oxidation number of each species in reactant and product state. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണെന്നുള്ള കാര്യങ്ങൾ ഇട്ടേക്കണേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഇട്ടേക്കണം. So it is not a redox reaction. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 2 റിയാക്ഷൻ കൂടെ പഠിക്കാനുണ്ട്, നോക്കിക്കോളൂ, അതുകൂടെ പറയാം. അടുത്ത ഏതായിരുന്നു നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലയോ? ഓക്കെ. അപ്പം റെഡോക്സ് റിയാക്ഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എലമെന്റ് ഒരാൾ പോയിട്ട് പകരം അവിടെ ഒരാൾ വരുന്നതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? നമ്മൾ അത് പഠിച്ചതാ അല്ലേ? അപ്പം എഴുതിക്കോളൂ. മൂന്നാമത്തേത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എഴുതുക ആൻ അയോൺ, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഓർ ആറ്റം എന്നോ ഇട്ടോ, in a compound an ion in a compound is replaced by an ion from another element. അതായത് ഒരു കോമ്പൗണ്ടിലുള്ള അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു എലമെന്റിന്റെ അയോൺ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്, എന്താണ് മാത്സ് ടീച്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഫിസിക്സ് ടീച്ചർ കയറി എടുക്കും, അല്ലേ? ടോപ്പിക്ക് തീർക്കണമല്ലോ, അല്ലേടേ? ആണ്. അപ്പൊ അതാണ് സംഭവിക്കുന്നത് ഇവിടെ.
ഇത് വേറൊരു രസകരമായിട്ട് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ അല്ല, നമുക്ക് എക്സ് വൈ എ ബി പറഞ്ഞ പോലെ തന്നെ എക്സ് വൈയിൽ പറഞ്ഞുതരാം. ഈ എക്സ് പ്ലസ് വൈ ഇസഡ് ഗീവ്സ് എക്സ് ഇസഡ് പ്ലസ് വൈ. ഇത് ഒരു രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ പണ്ട് പറഞ്ഞതാണ്. അതായത് ഇത് പ്രായമുള്ള ഒരാളാണ്, ഇത് പ്രായം കുറഞ്ഞ ഒരാളാണ്. അതായത് ഇത് ഞാനാണ്, ഇത് മെൽവിനാണ്. മെൽവിൻ ഒരു കസേരയിൽ ഇരിക്കുക. മെൽവിൻ ഈ ഇസഡ് എന്ന് പറയുന്നത് കസേരയാണെന്ന് വിചാരിക്കുക, ഇതിലിരിക്കുക. ഉടനെ നമ്മൾ ബസ്സിലായിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രായമായി, അപ്പൊ മെൽവിന് എന്തായാലും മെൽവിനെ പഠിപ്പിച്ച ആളായതുകൊണ്ട് മെൽവിൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇരിക്കാൻ വേറെ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മെൽവിൻ അവിടെ നിന്ന് മാറിയിട്ട് കണ്ടോ എന്നെ അവിടോട്ട് ഇരുത്തും. കണ്ടോ ആ കസേരയിൽ ഇപ്പൊ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ബസ്സിലെ സീറ്റിൽ ഇരിക്കുന്നത് ഞാനാണ്. എന്നിട്ട് എന്ത് ചെയ്യും, മെൽവിനാണ് എന്ത് ചെയ്യും അവിടെ എണ്ണീറ്റ് നിൽക്കും. അതായത് ഇവന്റെ കൂടെ ഇരുന്ന അയോണിനെ മാറ്റിയിട്ട് തന്റെ ഈ അയോൺ വരും. ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് നേരത്തെ എക്സാമ്പിൾ നോക്കി, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതിക്കോ. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എക്സാമ്പിൾ കൊടുക്കാം. നേരത്തെ തന്നെ എഴുതിയ എന്താ, ഇസഡൻ പ്ലസ് അതിന്റെ താഴെ വരുന്നത് ഇസഡൻ പ്ലസ് സി യു എസ് ഒ 4 ഗീവ്സ് എന്താ, ഇസഡൻ എസ് ഒ 4 പ്ലസ് എന്താ സി യു. ഇത് റെഡോക്സ് ആണ്, നേരത്തെ പഠിപ്പിച്ചതാ, ഓർക്കുന്നുണ്ടോ? മാത്രമല്ല ഇത് ഡിസ്പ്ലേസ്മെന്റ്. കാരണം എന്താ, സി യു ഇരുന്നിടത്ത് ഇപ്പൊ ആരാ വന്നിരിക്കുന്നത്, ഇസഡ് തന്നെ. അതെന്തുകൊണ്ടാണ് അറിയാൻ അങ്ങനെ വന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം വേറൊരു സാധനം പഠിച്ചായിരുന്നു. പോ സോ ക മ അൽ സി ഇർ നീ ടി ലേ ഹൈ കോ മേൾ സി പ്ലാ ഗോ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. മുകളിലുള്ള ആൾക്കാർക്ക് താഴെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ മുകളിലുള്ളവരെല്ലാം പ്രായമുള്ള ആളാണ്, താഴെയുള്ള ആൾക്കാരെല്ലാം പ്രായം കുറഞ്ഞ ആൾക്കാർ. പ്രായം കുറഞ്ഞ ആൾക്കാർ എവിടെയും ഇരിക്കുവാണെങ്കിൽ പ്രായം കൂടിയ ആൾ വരുമ്പോൾ അവർക്ക് വരെ എന്ത് ചെയ്യും, എണ്ണീറ്റ് കൊടുക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സിങ്ക് തേണ്ടി ഇവിടെ അൽസി, കോപ്പർ തേണ്ടി ഇവിടെയാ, കണ്ടോ സിങ്ക് അപ്പൊ മൂത്ത ആളാണ്. അപ്പൊ സിങ്ക് വന്നപ്പോൾ കോപ്പർ എണ്ണീറ്റ് കൊടുക്കും, സിങ്ക് അവിടെ എടുക്കും. എന്നാൽ ഇത് റെഡോക്സാ, കാരണം ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, ഇവിടെ വന്നപ്പോൾ +2 ആയി. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ഇവിടെ വന്നപ്പോൾ എന്തായി, 0 ആയി. ഇപ്പൊ ഇൻക്രീസ് ഓക്സിഡേഷൻ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ നടന്നു, റിഡോക്സ് റിയാക്ഷൻ നടന്നു. ഇനി നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതുകൂടെ എഴുതി. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, അത് നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കിയോ, H2O പ്ലസ് എഫ് ഗീവ്സ് HF പ്ലസ് O2. നോക്കിയേ, ഇപ്പം ഹൈഡ്രജനിലൂടെ ആരായിരുന്നു, ഓക്സിജൻ ഇപ്പൊ ആരുടെ പോയി, ഓക്സിജൻ ഒറ്റയ്ക്കായിട്ട് ഈ ഫ്ലൂറിന് എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഇത് നോൺ മെറ്റലാണ്, ഇതെല്ലാം നോൺ മെറ്റലാണ്. നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ റെഡോക്സ് ആണെന്ന് നോക്കാം. ഇത് +1 ആണ്, ഇതെന്താ -2 ആണ്, ഇത് 0 ആണ്. ഇവിടെ വന്നപ്പോ എന്താ, ഇത് +1, ഇതെന്താ ഇതെന്താ -1, ഇതെന്താ ഇത് 0. ഓക്സിജൻ -2ൽ നിന്ന് 0 ആയി. അപ്പൊ എന്താ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ. എഫിന്റേത് 0ൽ നിന്ന് -1 ആയി, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, റിഡക്ഷൻ. അപ്പൊ അവിടെ റെഡോക്സ് റിയാക്ഷൻ നടന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയോ, ഒരു റിയാക്ഷനകത്തെ ഏതെങ്കിലും ഒരു എലമെന്റ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തോ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഓക്സിജൻ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ -2, ഇവിടെ 0. ഹൈഡ്രജൻ 2 പ്ലസ് ആണ്, ഓക്സിജൻ ഫ്ലൂറിനോ 0, -2. എന്നാൽ ഇതിനകത്ത് ഒരു എലമെന്റ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ.
ഓക്കെ, പറഞ്ഞുതരാം. മാത്രമല്ല ആ എലമെന്റ് സാധാരണ ഇപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാ? 0യിൽ നിന്ന് -1 ആയപ്പോൾ കുറഞ്ഞു. അപ്പൊ ഇവന് റിഡക്ഷൻ സംഭവിക്കുന്നു, ഇവന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. എന്നാൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനകത്ത് ഒറ്റ ആൾക്ക് തന്നെ ആയിരിക്കും ഓക്സിഡേഷന് സംഭവിക്കുന്നത്, റിഡക്ഷന് സംഭവിക്കുന്നത്. ഒരാൾക്ക് തന്നെ. നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ നോക്കിയോ. അപ്പൊ ഇൻ ദിസ് റിയാക്ഷൻ ഇത് എഴുതിക്കോ. ഇൻ ദിസ് റിയാക്ഷൻ an element in one oxidation state is simultaneously oxidized and reduced. ഒരു സിംഗിൾ എലമെന്റ് ആണ്, ആ സിംഗിൾ ആള് ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമാവും. നമ്മൾ ഇതുവരെ എഴുതിയതിനകത്ത് ഓക്സിഡേഷൻ ആവുന്നത് ഒരാളും റിഡക്ഷൻ ആവുന്നത് വേറൊരാളുമായിരുന്നു, ശരിയല്ലേ? എന്നാൽ ഇവിടെ ഈ രണ്ടും ആവുന്നത് സെയിം ആളായിരിക്കും. മാത്രമല്ല ആ ആള് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആ റിയാക്ഷനകത്ത് എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇത് ഒരു ഡോട്ട് എഴുതുക. അടുത്തത് നോക്കിയോ. വൺ ഓഫ് ദ റിയാക്ടിങ് സബ്സ്റ്റൻസ്, അടുത്ത ഡോട്ട്, വൺ ഓഫ് ദ റിയാക്ടിങ് സബ്സ്റ്റൻസ് always contain an element that can exist in at least 3 oxidation state. ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2H2O2 ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണല്ലോ. ഇതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു. അത് 2H2O ആയിട്ടും O2 ആയിട്ടും മാറും. നോക്കാം നമുക്ക്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോ. പെറോക്സൈഡിൽ ആണെങ്കിലും എവിടെ ആണെങ്കിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളിവിടെ പ്ലസ് ആണ്, അല്ലെങ്കിൽ അത് മെറ്റൽ എന്താണ് ഹൈഡ്രൈഡ് ആയിരിക്കണം, അത് -1. ഇവിടെ ഇപ്പോൾ പ്ലസ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്. എത്ര ആയിരുന്നു? -1. അത് സൂപ്പർ ഓക്സൈഡിലാണ് -1 വരുന്നത്. ഇത് -1 ആണ്. ഇവിടെ വന്നപ്പോ നോക്കി, ഇവിടെ ഹൈഡ്രജന്റെ +1, ഇവിടെ നോർമൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ, എത്രയാ? -2. ഇവിടെ എലമെന്റൽ ഫോം അല്ലേ, ഇവിടെ ഓക്സിഡേഷൻ എത്രയാ? 0. നോക്കിയേ, ഇവിടെ ഓക്സിജൻ, ഇവിടെ നോക്കിയേ ഓക്സിജൻ -1ൽ നിന്ന് ഇവിടെ എന്തായി? -1ൽ നിന്ന് -2 ആയെങ്കിൽ അത് -1നേക്കാളും കുറവാണ് -2. അപ്പൊ അവിടെ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അപ്പൊ എന്ത് നടന്നു? റിഡക്ഷൻ. ഈ ഓക്സിജൻ തന്നെ ഇവിടെ വന്നപ്പോഴോ -1ൽ നിന്ന് 0 ആയി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? -1ൽ നിന്ന് 0 ആവുമെന്ന് പറയുന്ന അർത്ഥം ഒന്ന് കൂടി എന്നർത്ഥം, ഇൻക്രീസ് ചെയ്യുക എന്നർത്ഥം. ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അത് ഓക്സിഡേഷൻ. ഇവിടെ നോക്കി, ഈ സെയിം ആളിനല്ലേ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിച്ചത് അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെ വരുന്ന റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷൻ. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ആൾ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കി. -1ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, -2ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0യിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? 3 ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ അതിന്റെ ഡെഫിനിഷനകത്ത് തന്നെ പറയുന്നത്. ഓക്കെ ആണല്ലോ.